ഹോങ്കോങ് തീപിടുത്തത്തിൽ മരണം 36. 279 പേരെ കാണാനില്ല എന്ന റിപ്പോർട്ടുകൾ. ഹോങ്കോങ്ങിലെ തായ്പോ ജില്ലയിലെ ബഹുനില ഫ്ളാറ്റ് സമുച്ചയത്തിൽ തീപിടുത്തമുണ്ടായത് ഇന്ന് വൈകിട്ടോടെയാണ്. നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ശ്രീജിത്ത് ബാലകൃഷ്ണനുണ്ട് ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ശ്രീജിത്ത്, ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം 36 പേർ മരിച്ചു എന്നുള്ളതാണ്. ഈ വാർത്ത ആദ്യം പുറത്തു വരുമ്പോൾ ഏതാണ്ട് 4 പേർ മാത്രം മരിച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം 36 പേര് മരിച്ചു, 279 പേരെ കാണാനില്ല എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പാർപ്പിട സമുച്ചയങ്ങളിൽ ഒന്നാണ് ഹോങ്കോങ്ങിലെ ഈ തായ്പോ ജില്ലയിലുള്ള ഈ ബിൽഡിംഗ് സമുച്ചയങ്ങൾ എന്ന് പറയുന്നത്. ഏതാണ്ട് 2000-ഓളം ഫ്ളാറ്റുകളും 8 ബഹുനില ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഏതാണ്ട് 2000-ഓളം ഫ്ളാറ്റുകളുണ്ട്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലായി നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി മുളങ്കമ്പുകൾ കൊണ്ടുള്ള കെട്ടുകൾ കെട്ടിവെച്ചിരുന്നു. ആ കെട്ടുകളിലേക്കാണ് ആദ്യം തീ പടരുകയും തീ പിടിക്കുകയും ചെയ്തത്. അതിനുശേഷം സമീപത്തെ മരക്കൊമ്പുകളിലേക്ക് തീ പടർന്നു. അങ്ങനെ അത് ഏതാണ്ട് 5 മുതൽ 8 വരെ നിലകളിലേക്ക് ഈ തീ പിന്നീട് പടരുകയായിരുന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. ആ നിലകളിലുണ്ടായിരുന്ന ആളുകളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മരണപ്പെട്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഒപ്പം തന്നെ തൊഴിലാളികളുണ്ടായിരുന്നു, നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള തൊഴിലാളികളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആദ്യഘട്ട മണിക്കൂറുകൾ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം തൊഴിലാളികൾ മരണപ്പെട്ടു. അവിടേക്ക് വേഗം ഏതാണ്ട് 200-ഓളം ഫയർ ടെൻഡറുകൾ എത്തുന്നു. ആ ഫയർ ടെൻഡറുകൾ ഉണ്ടായിരുന്ന അഗ്നിശമന സേനാംഗങ്ങളും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അവരും മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അങ്ങനെയാണ് മരണസംഖ്യ 36-ലേക്ക് ഉയരുന്നതും 279 പേരെ കാണാതാവുന്നതും. ഈ 279 പേരുടെ കണക്കുകൾ അവിടെ താമസിച്ചിരുന്ന ആളുകൾ, അതായത് 5 മുതൽ 8 വരെ നിലകളിൽ താമസിച്ചിരുന്ന ആളുകൾ എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ താഴെയുള്ള ആളുകളെ, അതായത് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഈ 2000-ഓളം ഫ്ളാറ്റുകൾ ആദ്യഘട്ടത്തിൽ 100-ഓളം ഫ്ളാറ്റുകളിലെ ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. ആ ഒഴിപ്പിച്ചതിന് ശേഷമുള്ള മുകൾ നിലകളിലേക്കാണ് പക്ഷേ തീ പടർന്നത്. അവിടെയാണ് അപകടം ഉണ്ടാകുന്നത്. ദുരന്തത്തിന്റെ വ്യാപ്തി ഉണ്ടായതിന് കാരണം മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ 36 പേർ മരണപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷേ മരണസംഖ്യ ഇനിയും വർദ്ധിച്ചേക്കാമെന്നാണ് ഹോങ്കോങ്ങിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ലോകത്തിലെ ഏറ്റവും വലിയ പാർപ്പിട സമുച്ചയങ്ങളിൽ ഒന്നാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അതിനിടയിലാണ് തീപിടുത്തം ഉണ്ടാകുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ 279 പേരുടെ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. അതിൽ ബഹുഭൂരിപക്ഷവും അവിടുത്തെ താമസക്കാരാണ് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും 279 പേരെ കാണാനില്ല, 36 പേർ മരണപ്പെട്ടു എന്ന വിവരമാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്നത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.